ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വാഴത്തണ്ട് ചെറുപയറിൻ്റെ തോരനാണ്. അപ്പോൾ നമ്മൾ വാഴത്തണ്ട് തോരൻ പല രീതിയിൽ തയ്യാറാക്കി എടുക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഈ രീതിയിലൊന്ന് വെച്ച് തയ്യാറാക്കി നോക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി വന്നാലോ. അതിനു മുന്നായി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ അടിച്ചിടാൻ മറക്കരുത്. ഞാൻ കുറച്ച് വലുതായിട്ടാണ് വാഴത്തണ്ട് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 3 വിസിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. നമ്മൾ സ്റ്റവ് ഒന്ന് സിമ്മിലാക്കിയിട്ട് നമ്മൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറുപയർ നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മണിക്കൂർ കുതിർത്ത് ചെറുപയറിന് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു 3 വിസിൽ വരേക്കും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ കുക്കറിൻ്റെ വേവിനനുസരിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ നല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ ചെറിയ ഉള്ളി ഒരു 20 അല്ലി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചെറുപയർ കുറച്ച് ഗ്യാസാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഒരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള വാഴത്തണ്ട് അതേപോലെ തന്നെ ചെറുപയറും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉള്ളി ഒന്നും കൂടി ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വാഴത്തണ്ട് അതേപോലെ ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയും ചില നാട്ടിൽ, ചെറുപയർ തോരൻ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ചോറിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാഴത്തണ്ടും ചെറുപയറും ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് എരിവൊക്കെ ഒന്ന് മിക്സായിട്ട് വരുന്നവരേക്ക് നമുക്ക് മൂടി വെച്ചൊരു 5 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം. വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വാഴത്തണ്ട് ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാൻ മറക്കരുത് കൂട്ടുകാരെ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്